വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിഷ റെസിപ്പീസ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ ഇന്നിവിടെ വെണ്ടയ്ക്ക കൊണ്ടൊരു ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ 200 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് അധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇളം വെണ്ടയ്ക്കയാണ് ഇതിനായിട്ട് എടുക്കുന്നത്. ഇത് 4ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ഹാഫ് ലെമൺ അതിൻ്റെ നീര് നമ്മൾ ചേർക്കുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. പൊടികളെല്ലാം നാരങ്ങാനീരും ഉപ്പും എല്ലാം നന്നായിട്ട് ചേർന്ന് വരാനായിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനി കോട്ടിങ്ങിന് ആവശ്യമായ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് കടലമാവാണ് ചേർത്തിരിക്കുക. പോരായ്മയുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇത് 1/4 കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഈ അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ആ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ മിക്സായി വന്നതിന് ശേഷം നമുക്ക് അവസാനം കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത് പൊടികൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുക. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അവസാനം കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് അതൊന്ന് കുഴച്ചെടുക്കുക. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ച് അത് ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്ക ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ലോയിലേക്ക് ആക്കണം. ഒരു സൈഡ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേ വശം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. നമ്മൾ പൊടികളൊക്കെ മിക്സാക്കി കഴിഞ്ഞിട്ട് അതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ കോട്ടിങ് കൊടുക്കാനായിട്ട്. നമ്മുടെ ക്രഞ്ചി വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീണ്ടും നല്ല റെസിപ്പിയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.